ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ പെഡഗോജിയുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 19th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്? അപ്പോൾ തന്നിരിക്കുന്നതിൽ AV എയ്ഡ് അല്ലാത്തത്, ഓഡിയോ വിഷ്വൽ എയ്ഡ് അല്ലാത്തത് ഏതെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ടേപ്പ് റെക്കോർഡർ, വീഡിയോ. ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ്. ഇപ്പോൾ ഗ്രാഫിക് എയ്ഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഓഡിയോ എയ്ഡ് ഏതാണ്, വിഷ്വൽ എയ്ഡ് ഏതാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. 3D എയ്ഡ് ഏതാണ്, അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് എയ്ഡ് ഏതാണ്, നോൺ പ്രൊജക്റ്റഡ് ഏതാണ്, ഇങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചിങ് ഓർ ലേണിംഗ് എയ്ഡ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതങ്ങ് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ടീച്ചിങ് ഓർ ലേണിംഗ് എയ്ഡ്സ്. നമുക്ക് ലേണിംഗ് എയ്ഡ്സിനെ മെയിനായിട്ട് 3 ടൈപ്സ് ക്ലാസിഫിക്കേഷനാണ്: പ്രൊജക്റ്റഡ് എയ്ഡ്സ്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്, ദെൻ ആക്ടിവിറ്റി എയ്ഡ്സ്. ഇതിൽ പ്രൊജക്റ്റഡ് ആൻഡ് നോൺ പ്രൊജക്റ്റഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോജക്റ്റ് ചെയ്തിട്ട് ഉള്ള ലേണിംഗ് എയ്ഡ്സ് ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന OHP, LCD പ്രൊജക്ടർ, സ്ലൈഡ് പ്രൊജക്ടർ, ഫിലിം പ്രൊജക്ടർ, ടെലിവിഷൻ, എപ്പിസ്കോപ്പ് ആൻഡ് എപ്പിഡയസ്കോപ്പ്, ഇത്രയെന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. എപ്പിഡയസ്കോപ്പ് കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചതാണ്. എപ്പിസ്കോപ്പ് ആൻഡ് എപ്പിഡയസ്കോപ്പ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, എപ്പിസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒപ്പാക്ക് ഇമേജസ് ആയിട്ടുള്ള, ഇപ്പോൾ പ്രിൻ്റ്, ഫോട്ടോഗ്രാഫ്, ബുക്കിനുള്ളിലെ പേജസ് ഉണ്ടല്ലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനുള്ളിലെ പേജസ്, പോസ്റ്റ് കാർഡ്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫ്ലാറ്റായിട്ട് വരുന്ന ഒപ്പാക്ക് ഇമേജസ് ഉണ്ടല്ലോ, 2 ഡയമെൻഷനിൽ വരുന്ന ഇങ്ങനത്തെ ഇമേജസ്. അതേപോലെ തന്നെ 3D ഒബ്ജക്ട്സ് ആയിട്ടുള്ള കോയിൻസ്, ഇൻസെക്ട്സ്, ലീവ്സ്, ഇങ്ങനെയൊക്കെയുള്ളതിനെ നമുക്കൊരു സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റഡ് എയ്ഡാണ് എപ്പിസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പിസ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒപ്പാക്ക് ഒബ്ജക്റ്റുകളെ, ഫ്ലാറ്റ് ഒപ്പാക്ക് ഒബ്ജക്റ്റുകളെ പ്രൊജക്റ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ 3D ഒബ്ജക്ട്സിനെയും പ്രൊജക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റഡ് എയ്ഡാണ് എപ്പിസ്കോപ്പ്. എന്നാൽ എപ്പിഡയസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഇത് ട്രാൻസ്പെരൻറ്റും ഒപ്പാക്കിനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ട്രാൻസ്പെരൻറ്റിനെ കൂടി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പിഡയസ്കോപ്പ് യൂസ് ചെയ്യും. എപ്പിസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒപ്പാക്കായിട്ടുള്ളവരെ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊജക്റ്റേഴ്സ്. അപ്പോൾ OHP ഒക്കെ ചോദിക്കാറുള്ളതാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് എയ്ഡ്സിൽ വരുന്നതാണ്. ദെൻ വരുന്നതെന്ന് പറഞ്ഞാൽ നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. നമുക്ക് സിമ്പിളാണല്ലോ, നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന ടീച്ചിങ് എയ്ഡ്സ് ഒരുപാടുണ്ടല്ലോ, അവരാണ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്. അതിനെ നമുക്ക് ഒരു 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഗ്രാഫിക് എയ്ഡ്സ്, ഡിസ്പ്ലേ ബോർഡ്സ്, 3D എയ്ഡ്സ് ആൻഡ് ഓഡിയോ എയ്ഡ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രാഫിക് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രാഫ്, ഡയഗ്രംസ്, പോസ്റ്റേഴ്സ്, മാപ്സ്, ചാർട്ട്സ്, ടൈം ലൈന്, കാർട്ടൂൺസ്, ഫ്ലാഷ് കാർഡ്സ്, ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കായിട്ട് കാണിക്കുന്ന എയ്ഡ്സ് ആണ്. ഗ്രാഫിക് എയ്ഡുകളിനകത്താണ് ഗ്രാഫുകളും ഡയഗ്രങ്ങളും പോസ്റ്റേഴ്സ്, മാപ്സ്, നമ്മൾ ചാർട്ട് വരച്ചിട്ട് കാണിക്കുന്ന ടൈം ലൈൻസ്, കാർട്ടൂൺസ്, ഫ്ലാഷ് കാർഡ്സ് എല്ലാം വരുന്നത് എന്താണ്, ഗ്രാഫിക് എയ്ഡ്സ് ആണ്. ഡിസ്പ്ലേ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യുവാണ്. ഓക്കെ, ഇപ്പോൾ ബ്ലാക്ക് ബോർഡ്, ബുള്ളറ്റിൻ ബോർഡ്, മാഗ്നറ്റിക് ബോർഡ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലേണിങ്ങിന് യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ ബോർഡുകളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. 3 ഡയമെൻഷണൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ഒരു 3 ഡയമെൻഷണലായിട്ട്, നമ്മളിപ്പോൾ 3 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്, മോഡലുകളൊക്കെ 3 ഡയമെൻഷണൽസ് ആണ് അല്ലേ. അതേപോലെ തന്നെ കുഞ്ഞു ക്ലാസ്സുകളിൽ കാണിക്കുന്ന പപ്പറ്റ്സ് ഒക്കെ ഇല്ലേ. അപ്പോൾ പപ്പറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കിൻഡർ ഗാർഡനിലൊക്കെ കാണിക്കുന്ന പപ്പറ്റ്സ്. പിന്നെ നമ്മളുടെ ഹിസ്റ്ററി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഗ്ലോബ് യൂസ് ചെയ്യില്ലേ, അത്. പിന്നെ ബയോളജിയിൽ പല സ്പെസിമെൻസ് യൂസ് ചെയ്യും. പിന്നെ ഡയറമ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിനിയേച്ചറായിട്ടൊരു ഇത് ഉണ്ടാക്കുവാണ്. നമ്മളതിൻ്റെ പർട്ടിക്കുലർ കണ്ടൻറ്റിനെ നമ്മൾ എന്തായിട്ട് ഒരു 3 ഡയമെൻഷണലായിട്ട് നമ്മളൊരു ഡയറമ കൺസ്ട്രക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതൊരു മിനിയേച്ചറായിട്ടൊരു സാധനത്തിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമായിരിക്കും. ഇപ്പോൾ ഡാം, അപ്പോൾ ഡാമിനെ നമ്മൾ ആ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ്, അപ്പോൾ അവിടുത്തെ പല സ്റ്റെപ്സ്, അല്ലെങ്കിൽ നമുക്കിപ്പം എന്താണ് പവർ സ്റ്റേഷൻസിൽ നിന്ന് ഇലക്ട്രിസിറ്റി വരുന്നു, അതിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ പല സ്റ്റേജസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ഉണ്ടാക്കി വെക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഡയമെൻഷണൽ എയ്ഡ്സ് ആണ്. ഇനി ഓഡിയോ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നവയാണ് അല്ലേ, റേഡിയോയോ ടേപ്പ് റെക്കോർഡറൊക്കെ ഓഡിയോ എയ്ഡ്സിലാണ് വരുന്നത്. ഇനി ഓഡിയോ വിഷ്വൽ എയ്ഡാണ് ടെലിവിഷനൊക്കെ അല്ലേ. ടെലിവിഷൻ, കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാനും കേൾക്കാനും പറ്റും. അപ്പോൾ അത് ഓഡിയോ വിഷ്വൽ എയ്ഡിൽ വരുന്നതാണ്. ദെൻ ആക്ടിവിറ്റി എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ഫീൽഡ് ട്രിപ്പ്, അക്വേറിയം, എക്സിബിഷന്, ഒരു മ്യൂസിയം സന്ദർശിക്കുന്നു അല്ലേ, വിവേറിയം, ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്, പ്ലാനറ്റോറിയം, ഇതെല്ലാം ആക്ടിവിറ്റി എയ്ഡ്സിൽ വരുന്നതാണ്. അപ്പോൾ ക്ലിയർ ആണല്ലോ, പ്രൊജക്റ്റഡ് എയ്ഡ്സ്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ ആക്ടിവിറ്റി എയ്ഡ്സ്. അപ്പോൾ ഈ ടീച്ചിങ് ഓർ ലേണിംഗ് എയ്ഡ്സ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് 1 മാർക്ക് കിട്ടും.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്? ഓഡിയോ വിഷ്വൽ എയ്ഡ് അല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ നമുക്ക് കേൾക്കാനും കാണാനും പറ്റണം. ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ടേപ്പ് റെക്കോർഡർ, വീഡിയോ. നമുക്കറിയാം ടേപ്പ് റെക്കോർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഓഡിയോ എയ്ഡാണ്, വിഷ്വൽ പറ്റില്ലല്ലോ. സോ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ടേപ്പ് റെക്കോർഡറാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ് അല്ലാത്തത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മൾ സൈക്കോളജിയിൽ ഓൾറെഡി പഠിക്കുന്നതാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ZPD ആണ്. അപ്പോൾ ZPD ആരുടെ കോൺട്രിബ്യൂഷനാണ്? നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ആളായിട്ടുള്ള വിഗോട്സ്കിയുടെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ വിഗോട്സ്കിയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ വക്താവാണ് അല്ലേ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. അതേപോലെ തന്നെ സ്കഫോൾഡിങ് എന്നുള്ള വേർഡ് അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. കാരണം ഒരു ലേണർ ഒരു പർട്ടിക്കുലർ ലേണിംഗ് സിറ്റുവേഷനിൽ ഒരു കുട്ടി തനിയെ പഠിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലി അത് പഠിക്കുമ്പോൾ അതിന് പ്രോബ്ലം സോൾവിങ്ങിനുള്ള സ്കില്ലൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ആ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ഒരു ലെവൽ, അപ്പോൾ ഇൻഡിവിജ്വൽ എന്നുള്ള ലെവലിൽ നിന്നും ആ കുട്ടിക്ക് ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്നു. അപ്പോൾ ടീച്ചറിൻ്റെയോ ഒരു ഇൻസ്ട്രക്ടറിൻ്റെയോ ഹെൽപ്പോടുകൂടി അത് അച്ചീവ് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ഒരു ഹയർ ലെവലാണ് അല്ലേ. അതിൻ്റെ ലേണിങ് വളരെയധികം വർദ്ധിക്കും അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുന്ന ആ ഒരു സോണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ആ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിലേക്ക് എന്ത് കൊടുക്കണം? അവിടേക്ക് നമ്മൾ ആ ഒരു ടീച്ചറിൻ്റെ ഹെൽപ്പ് കൊടുക്കണം. അപ്പോൾ ഒരു ലേണിംഗ് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ആ ഒരു സ്പെഷ്യൽ സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ സപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കഫോൾഡിങ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ടീച്ചേഴ്സോ ഇൻസ്ട്രക്ടേഴ്സോ എൽഡേഴ്സോ ഒക്കെ ആ കുട്ടിക്ക് എവിടെ ലേണിങ്ങിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു, സ്കഫോൾഡിങ് കൊടുക്കുമ്പോൾ ആ ഒരു എന്താണ് ഇൻഡിവിജ്വലായിട്ട് ആ കുട്ടി ആ ഒരു ലേണിംഗ് സിറ്റുവേഷനിൽ എത്രത്തോളം അച്ചീവ് ചെയ്യുന്നോ അതിനേക്കാൾ വളരെയധികം എന്താണ് ഒരു അസിസ്റ്റൻസിലൂടെ അത് അച്ചീവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ്, ആ രണ്ട് ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസാണ് ZPD. അവിടെ കൊടുക്കുന്ന ആ ഒരു ലേണിംഗ് സപ്പോർട്ടാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ചോദിച്ചാലോ എന്താണ് ZPD, അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ചോദിച്ചാലോ സ്കഫോൾഡിംഗ് ചോദിച്ചാലോ ഒക്കെ ആരെ ഓർത്തിരിക്കുക? നമ്മളുടെ വിഗോട്സ്കിയെ ഓർത്തിരിക്കുക. Okay, next question. If the concept of light is included in different grades by keeping the linkage and continuity, then it is. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ലൈറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പഠിക്കുന്നു. ഡിഫറെൻറ്റ് ഗ്രേഡ്സിലൂടെ അത് പോകുമ്പോൾ എന്താണ് ലിങ്കേജും കണ്ടിന്യൂറ്റിയും എൻഷുർ ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏത് അപ്രോച്ചാണത്? സ്പൈറൽ അപ്രോച്ചാണ് അല്ലേ. സ്പൈറൽ അപ്രോച്ചാണ്. നമ്മൾ 22nd ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇഫ് ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് ടെസ്റ്റ് ട്യൂബ്സ് ഇൻ ദ സയൻസ് ലാബ്, ഇറ്റ് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ റിക്വയർമെൻറ്റ് രജിസ്റ്റർ, ബി സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് കൺസ്യൂമബിൾസ്, ഓപ്ഷൻ സി പെർമനൻറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ, ഓപ്ഷൻ ഡി സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ബ്രേക്കബിൾസ്. ഇപ്പോൾ ലബോറട്ടറിയിൽ വരുന്നതാണ്, സയൻസ് ലബോറട്ടറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പലതരത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് നമ്മൾ സയൻസ് ലാബിൽ കീപ്പ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഓരോ തരത്തിലുള്ള രജിസ്റ്റേഴ്സും അതിൻ്റെ പർപ്പസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും നമുക്കൊരു 1 മാർക്ക് ഷുവർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് അതിൻ്റെ പർപ്പസ് ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ സയൻസ് ലബോറട്ടറിയിൽ കീപ്പ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ് രജിസ്റ്റേഴ്സ് ഇൻ ദ ലബോറട്ടറി. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ പെർമനൻറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ, ദെൻ കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ, ബ്രേക്കബിൾ സ്റ്റോക്ക് രജിസ്റ്റർ, ഓർഡർ രജിസ്റ്റർ ആൻഡ് റിക്വയർമെൻറ്റ് രജിസ്റ്റർ. അപ്പോൾ ഇത്രയും രജിസ്റ്റേഴ്സ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. പെർമനൻറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലബോറട്ടറിയിൽ പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് നമ്മൾ പിന്നീട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി പർച്ചേസ് ചെയ്യാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ടെസ്റ്റ് ട്യൂബ് റാക്സ്, വുഡൻ സ്റ്റാൻഡ്സ്, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, സ്പെക്ട്രോമീറ്റർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് ഒക്കെ ഗ്ലാസ് അപ്പാരറ്റസുകൾ, അതിനകത്ത് എന്താണ് ലെൻസൊക്കെ വരുന്നതാണ്. എന്നാൽ ലെൻസും മിറേഴ്സും ഒക്കെ വരുന്ന അപ്പാരറ്റസ് ആണെങ്കിൽ പോലും ഇതൊക്കെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നവർ. ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മൾ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും പർച്ചേസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അത് പെർമനൻറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഓഫ് പർച്ചേസും കാര്യങ്ങളും എല്ലാം വരുന്ന അത് പെർമനൻറ്റ് സ്റ്റോക്ക് രജിസ്റ്ററിലായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി സൂക്ഷിക്കുന്ന രേഖ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ ആണ്. ദെൻ കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ. അപ്പോൾ ഒരു സയൻസ് ലബോറട്ടറിയിൽ കാണുന്ന മസ്റ്റായിട്ടുള്ള മറ്റൊരു രജിസ്റ്ററാണ് കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ. കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ പേര് പോലെ തന്നെ കൺസ്യൂം ചെയ്ത് പോകുന്ന സാധനങ്ങളല്ലേ, ഉപയോഗിച്ച് തീർന്നു പോകുന്ന സാധനങ്ങൾ. അതായത് കെമിക്കൽസ്, ആസിഡ്സ്, ആൽക്കഹോൾസ്, ഡിസ്റ്റിൽഡ് വാട്ടർ, ഇവരെല്ലാം ഉൾക്കൊള്ളിക്കുന്നത് കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്ററിലായിരിക്കും.
ദെൻ വരുന്നത് ബ്രേക്കബിൾ സ്റ്റോക്ക് രജിസ്റ്റർ ആണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്ത് പോകുന്ന തരത്തിലുള്ള അപ്പാരറ്റസ് ഉണ്ടല്ലോ, പൊട്ടിപ്പോകുന്നവ, വേഗത്തിൽ പൊട്ടിപ്പോകുന്ന ടെസ്റ്റ് ട്യൂബ്സ്, ബീക്കേഴ്സ്, പിപ്പറ്റ്സ്, ബ്യൂററ്റ്സ്, കോണിക്കൽ ഫ്ലാസ്ക്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ പോയിട്ടുള്ളവരല്ലേ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രേക്കബിൾ ആയിട്ടുള്ള അപ്പാരറ്റസ് ആണ്. അത് കീപ്പ് ചെയ്യുന്ന ബ്രേക്കബിൾ സ്റ്റോക്ക് രജിസ്റ്ററിലാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ കീപ്പ് ചെയ്യുന്ന രജിസ്റ്ററാണ് ബ്രേക്കബിൾ സ്റ്റോക്ക് രജിസ്റ്റർ. ദെൻ ഓർഡർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലബോറട്ടറിയിൽ പല കാര്യങ്ങൾ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ചില കെമിക്കൽസ് നമുക്ക് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ആസിഡ്സ്, ആൽക്കഹോൾസ് ഒക്കെ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് പുതിയത് വാങ്ങണം, ഇങ്ങനെ എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ അവരുടെയൊക്കെ നമ്മൾ ഓർഡർ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പർച്ചേസിന് വേണ്ടി നമ്മൾ ഓർഡർ സെൻഡ് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് ഓർഡർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. എന്നാൽ റിക്വയർമെൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇനി ആവശ്യമുണ്ടെന്നുള്ള ലിസ്റ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി വെക്കുന്ന രജിസ്റ്ററാണ് റിക്വയർമെൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർഡർ രജിസ്റ്റർ, ഓർഡർ സെൻഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ന്യൂ അപ്പാരറ്റസ് ആൻഡ് കെമിക്കൽസ് ആണെങ്കിൽ റിക്വയർമെൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ വിച്ച് ഇൻക്ലൂഡ്സ് റിക്വയർഡ് ഐറ്റംസ് ഫോർ ലബോറട്ടറി ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇഫ് ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് ടെസ്റ്റ് ട്യൂബ്സ് ഇൻ ദ സയൻസ് ലാബ് ഇറ്റ് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ. ടെസ്റ്റ് ട്യൂബിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഷോർട്ടേജ് ഉള്ള സാധനങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് എഴുതി വെക്കുക, റിക്വയർമെൻറ്റ് രജിസ്റ്ററിലാണ് എഴുതി വെക്കുക അല്ലേ. റിക്വയർമെൻറ്റ് രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് കൺസ്യൂമബിൾസ്, പെർമനൻറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ബ്രേക്കബിൾസ്, എല്ലാ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ആൻസർ ഏതാണ് വരിക, റിക്വയർമെൻറ്റ് രജിസ്റ്റർ ആയിരിക്കും. ഇതൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഫ് ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് കെമിക്കൽസ് in the science laboratory it should be entered in. അപ്പോൾ നമുക്ക് കെമിക്കൽസിൻ്റെ ഷോർട്ടേജ് ആണല്ലേ. അപ്പോൾ ഷോർട്ടേജ് ആയതുകൊണ്ട് അത് ഏതിൽ നമ്മൾ എൻ്റർ ചെയ്യണം, നമുക്ക് വേണ്ട സാധനമാണല്ലേ. സോ നമ്മൾ 23rd ആൻസർ എന്താണ്, റിക്വയർമെൻറ്റ് രജിസ്റ്റർ ആണ്. അപ്പോൾ ഇതിൽ 22nd ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൽ ഷോർട്ടേജ് ഓഫ് ടെസ്റ്റ് ട്യൂബ്സ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ റിക്വയർമെൻറ്റ് രജിസ്റ്ററിൽ കൊടുത്തത്. ഇനി അല്ലാതെ നമുക്ക് ടെസ്റ്റ് ട്യൂബ്സ് അല്ലെങ്കിൽ കോണിക്കൽ ഫ്ലാസ്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്ന രജിസ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതിൽ പോകും, അത് പോകുന്നത് സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ബ്രേക്കബിൾസിൽ പോകും കേട്ടോ. സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ബ്രേക്കബിൾസിൽ പോകും. ഇപ്പോൾ ഇവിടെ ആവശ്യമുള്ള റിക്വയർമെൻറ്റ് ആയതുകൊണ്ടാണ് റിക്വയർമെൻറ്റ് രജിസ്റ്ററിൽ പോയത്. അത് കെമിക്കൽസിൻ്റെ ഒക്കെ, അതേപോലെ തന്നെ കെമിക്കൽസൊക്കെ എവിടെയാണ് കീപ്പ് ചെയ്യുന്നത്, കെമിക്കൽസ്, ആസിഡ്സ്, ആൽക്കഹോൾസിനെ കുറിച്ചൊക്കെയുള്ള ഡേറ്റ എവിടെയാണ് കീപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് കൺസ്യൂമബിൾസിലാണ് പോവുക. എന്നാൽ അത് റിക്വയർഡ് ആണ്, ഷോർട്ടേജിൽ നിൽക്കുകയാണെങ്കിൽ അത് റിക്വയർമെൻറ്റ് രജിസ്റ്ററിൽ പോകും. അതിൻ്റെ ഓർഡർ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ രജിസ്റ്ററിൽ പോകും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഡിസ്കവറി ലേണിംഗ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ്, 4 ഓപ്ഷൻസ് ഉണ്ട്, ബ്രൂണർ, ഗാഗ്നെ, പിയാഷെ ആൻഡ് വിഗോട്സ്കി. അപ്പോൾ ഇതിൽ ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ആരുടെ കോൺട്രിബ്യൂഷനാണ്? നമുക്കറിയാം ഡിസ്കവറി ലേണിംഗ് ആരുടെ കോൺട്രിബ്യൂഷനാണ്, ജെറോം എസ് ബ്രൂണറിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കവറി ലേണിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് ജെറോം എസ് ബ്രൂണറിനെ ഓർത്തിരിക്കുക. പിയാഷെ ആൻഡ് വിഗോട്സ്കി ഓപ്ഷൻസിലുണ്ട്. പിയാഷെ എന്ന് പറയുന്ന ആരാണ്, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ആളാണ് അല്ലേ. പിയാഷെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ആളാണ്, ഓർത്തിരിക്കുക. പിയാഷെയുമായിട്ട് റിലേറ്റ് ചെയ്ത് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസമാണ്. അതേപോലെ തന്നെ വിഗോട്സ്കി നമ്മൾ പറഞ്ഞു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സ്കഫോൾഡിംഗ് ഒക്കെ ഓർത്തിരിക്കുക. ഇനി ഗാഗ്നെ ഓപ്ഷനിലുണ്ട്. ഗാഗ്നെ എന്ന് പറഞ്ഞാൽ ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗാഗ്നയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹം എന്താണ്, ലേണിങ്ങിനെ 8 ടൈപ്സ് ആയിട്ട് ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തു. സിമ്പിളിൽ തുടങ്ങി കോംപ്ലക്സിൽ അവസാനിക്കുന്ന രീതിയിൽ 8 ടൈപ്സ് ഓഫ് ലേണിംഗ് ആയിട്ട് ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തു. അതാണ് ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗിൻ്റെ 8 ലെവൽസ് ഉണ്ട്. അപ്പോൾ സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ സിഗ്നൽ ലേണിംഗ് ആണ്, ദെൻ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിൻ ലേണിംഗ്, ദെൻ വേർബൽ അസോസിയേഷൻ 4th ലെവൽ, ദെൻ 5th ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, ദെൻ കൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഹയർ ലെവലിൽ എത്തുന്നതാണ് പ്രോബ്ലം സോൾവിങ്. സിഗ്നൽ ലേണിംഗിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന 8th ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോകുക. ഓൾറെഡി പഠിച്ചവരായിരിക്കും, നമ്മൾ സൈക്കോളജിയിലും പഠിക്കുന്നതാണ് ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഓക്കെ ആണല്ലോ.